ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങ ആണ്. നമ്മൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം, എങ്കിലും നമ്മുടെ ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസുള്ള മാങ്ങ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ല പോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ മാങ്ങ നല്ല പോലെ അരഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ റവയോ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ അരിപ്പൊടിയും പാലും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അരിപ്പൊടി ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയും പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പാലിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റൗ വെച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നമ്മൾ ഫ്രൂട്ട് സലാഡിൻ്റെ കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ല പോലെ വെന്ത് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ ചൂടൊക്കെ ആറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാങ്ങായിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം ഇത് അടിച്ചെടുക്കണം. ഇപ്പം നല്ല പോലെ എല്ലാം മിക്സായി നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ക്രീമി ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിന് മുകളിൽ ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 8 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇത് സെർവ് ചെയ്യുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.